മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷം. ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം വിഷയം കൊണ്ടുവരികയും ചെയ്തു. സീറ്റ് ക്ഷാമം ഇല്ലെന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി. 2000-ഓളം സീറ്റുകൾ അധികമെന്നും. എന്നാൽ സർക്കാർ വെബ്സൈറ്റിലെ കണക്കുമായി മന്ത്രിയുടെ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നാളെ നടക്കാനിരിക്കെ ആശങ്കയിലാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികൾ. 46,053 വിദ്യാർത്ഥികളാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ അവസരത്തിനായി കാത്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്: സീറ്റുണ്ടോ സർക്കാർ? മലപ്പുറത്തെ +1 സീറ്റ് സംബന്ധിച്ച് നിയമസഭയിൽ ഇന്ന് മന്ത്രി പറഞ്ഞ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. ആകെ +1 അപേക്ഷകർ 82,446. ജില്ലയ്ക്ക് പുറമേ നിന്നുള്ള അപേക്ഷകർ 7,606. ജില്ലയ്ക്കുള്ളിലെ അപേക്ഷകർ 74,840. ഒന്നാം അലോട്ട്മെന്റിൽ പ്രവേശനം നേടിയവർ 33,170. ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം നേടിയവർ 34,044. VHSCയിൽ പ്രവേശനം നേടിയവരാകട്ടെ 2,292. ആകെ +1 പ്രവേശനം നേടിയവർ 36,336. അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ 3,109. ശേഷിക്കുന്നവരുടെ എണ്ണം 35,395. മെറിറ്റ് കോട്ടയിൽ ബാക്കിയുള്ള സീറ്റുകൾ 17,037. സ്പോർട്സ് കോട്ട ഒഴിവ് 366. കമ്മ്യൂണിറ്റി കോട്ട ഒഴിവ് 3,759. മാനേജ്മെന്റ് കോട്ട സീറ്റുകൾ 5,091. അൺഎയ്ഡഡ് സീറ്റുകൾ 11,286. ഒന്നാം അലോട്ട്മെന്റിന് ശേഷം ലഭ്യമായ സീറ്റുകൾ 37,539. മിച്ചമുള്ള സീറ്റുകൾ 2,144. ഇതാണ് മന്ത്രി പറഞ്ഞ കണക്ക്. ഇനി വെബ്സൈറ്റിലെ കണക്കൊന്ന് നോക്കിയാൽ ഏകജാലകം വഴി അപേക്ഷകർ വന്നത് 82,446. മലപ്പുറത്ത് മെറിറ്റ് സീറ്റുകൾ 50,207. ആദ്യ അലോട്ട്മെന്റിൽ അവസരം കിട്ടിയവർ 36,393. അവശേഷിക്കുന്ന മെറിറ്റ് സീറ്റ് 13,814. സീറ്റിനായി കാത്തിരിക്കുന്നവർ 46,053. അപ്പോൾ വെബ്സൈറ്റിലെ കണക്കാണോ മന്ത്രി പറഞ്ഞ കണക്കാണോ യാഥാർത്ഥ്യം? ഇതാണ് ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. 17,000-ലധികം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവർ ആഗ്രഹിച്ച വിഷയമോ സ്കൂളുകളോ കിട്ടില്ല. അൺഎയ്ഡഡ് സ്കൂളുകളെയോ വലിയ ഡൊണേഷൻ നൽകി മാനേജ്മെന്റ് സീറ്റുകളോ ആശ്രയിക്കേണ്ട അവസ്ഥ വരും എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആശങ്ക. ഈ വിഷയം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി അവതരിപ്പിച്ചിരിക്കുന്നത് N ഷംസുദ്ദീൻ MLA ആണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം MSF പ്രതിനിധി PK നവാസ് നമുക്കൊപ്പമുണ്ട്. ഒപ്പം സാദിഖും നമുക്കൊപ്പമുണ്ട്, SFI പ്രതിനിധി. ആദ്യം ഷംസുദ്ദീനിലേക്ക്. ശ്രീ ഷംസുദ്ദീൻ, ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തിന് ശിവൻകുട്ടി മിനിസ്റ്റർ നൽകിയ മറുപടി തൃപ്തികരമാണോ? മിനിസ്റ്റർ പറയുന്നത് കേട്ടാൽ 2,144 സീറ്റുകൾ മലപ്പുറത്ത് ഇപ്പോൾ അധികമാണ് എന്നാണ്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതാണ്. അത് വളരെ വ്യക്തമല്ലേ? കാരണം ഇവർക്ക് പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ ഒരു വിമുഖതയുണ്ട്, അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് അവർ ഈ സാഹചര്യങ്ങളെ ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. വളരെ കൃത്യമാണ് നമ്മുടെ കണക്ക്. മലപ്പുറം ജില്ലയിൽ അത് ഏറെ രൂക്ഷമാണ്. മലബാറിൽ പൊതുവിലുമുള്ള പ്രശ്നമാണ്. പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, എല്ലായിടത്തും ഷോർട്ടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ആ കണക്ക് അവതരിപ്പിച്ചു. ഇതാണ് ഇതിലുള്ള കുറവ് എന്ന്. എന്നാൽ മന്ത്രി അങ്ങനെ കുറവില്ല എന്ന് പറയുകയും മാർജിനൽ ഇൻക്രീസ് കൊടുക്കുകയും ചെയ്തു. കുറവില്ലെങ്കിൽ പിന്നെ എന്തിനാ മാർജിനൽ ഇൻക്രീസ് കൊടുത്തത്? അതായത് 50 കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ്സിൽ 15 കുട്ടികളെ കൂടി എക്സസ് ആയിട്ട് ചേർത്ത് 65 കുട്ടികൾ ഇരുന്നോട്ടെ എന്നതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയം. അപ്പോൾ അത് കൊടുത്താൽ പോലും, ഞങ്ങൾ വളരെ കൃത്യമായ കണക്ക് അവതരിപ്പിച്ചു, അത് കൊടുത്താൽ പോലും ഈ പറയപ്പെടുന്ന ജില്ലകളിൽ വളരെ കൃത്യമാണ്. മലപ്പുറത്ത് 22,405, അതുപോലെ തന്നെ പാലക്കാട് 6,074, കോഴിക്കോട് 3,151, വയനാട് 368, കണ്ണൂരിൽ 1,389, കാസർഗോഡ് 3,023. ഈ മാർജിനൽ ഇൻക്രീസ് 30%. നമ്മൾ ആലോചിക്കണം, ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ഒരു ക്ലാസ് മുറിയിൽ 1:40 പാടുള്ളൂ. 40 കുട്ടികളിൽ കൂടുതൽ ഒരു ക്ലാസ്സിൽ പാടില്ല. പക്ഷേ ഇവർ പുതിയ ബാച്ച് അനുവദിക്കാതെ ഈ ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകവും ശ്രദ്ധേയമാണ്. ഇതൊരു ആൾക്കൂട്ടത്തെയാണ് പഠിപ്പിക്കുന്നത് ക്ലാസ് മുറികളിൽ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ N ഷംസുദ്ദീൻ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ കണക്കുകൾ ഹയർ സെക്കൻഡറി ഗവൺമെൻറ് മെറിറ്റ് കോട്ടയിലുള്ള സീറ്റുകൾ മാത്രം ചേർത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എയ്ഡഡും സർക്കാരും അൺഎയ്ഡഡ് മേഖലയിലുള്ളതും മാനേജ്മെൻറ്റ് കോട്ടയിലുള്ള സീറ്റുകളും തങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഒപ്പം
പോളിടെക്നിക്, IT പോലെയുള്ള ഡിപ്ലോമ കോഴ്സുകൾക്കുള്ള അവസരങ്ങളും താങ്കൾ പരിഗണിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? അല്ല, അതുകൂടി പരിഗണിച്ചാലും ഞാനിപ്പോൾ പറഞ്ഞ കണക്കിലതില്ല, പക്ഷെ അതുകൂടി പരിഗണിച്ചാലും ഷോർട്ടേജ് തന്നെയാണ്. ഓക്കെ, സാദിഖ്, നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് MLA ഇന്ന് സൂചിപ്പിച്ചത്. ഒരാൾക്കൂട്ടത്തെ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സർക്കാരിന്റെ നയം മാറുന്നതിനെ SFIക്ക് അനുകൂലിക്കാൻ കഴിയുമോ? ശ്രീ അരുൺ, റിപ്പോർട്ടറെ ഞങ്ങളെ വിളിച്ച ചർച്ചയുടെ വിഷയമല്ല താങ്കൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങളത് സൂചിപ്പിച്ചിരുന്നു എന്നാണ് സാദിഖിനതിൽ എനിക്കറിയാം. തീർച്ചയായിട്ടും ആ വിഷയം സാദിഖുമായി സംസാരിച്ചു എന്ന് ഞാൻ എൻ്റെ കോർഡിനേറ്റർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സാദിഖിനോട് ചോദിച്ചത്. സാദിഖ് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കാൻ ഞാൻ നിർബന്ധിക്കില്ല. സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഒരു കാര്യം, ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് നിങ്ങൾ പങ്കെടുപ്പിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ SFIയുടെ അഭിപ്രായം 10ാം ക്ലാസ് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും +1 പഠിക്കാൻ അല്ലെങ്കിൽ തത്തുല്യമായ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കാൻ ആവശ്യമായ അവസരങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് മലബാറിലും ഉണ്ടാകണം, മധ്യ കേരളത്തിലും ഉണ്ടാകണം, തെക്കൻ കേരളത്തിലും ഉണ്ടാകണം, കേരളത്തിൽ പൂർണ്ണമായി ഉണ്ടാകണം, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാകണം. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഉണ്ടാകണമെന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മലബാറിൽ നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കണമെന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് SFIക്കുള്ളത്. സമ്മർദ്ദം ചെലുത്താത്തത് എന്തുകൊണ്ടാണ്? സർക്കാരിൽ കൃത്യമായി SFI സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സീറ്റ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും MSFന്റെയും പ്രതിനിധികൾ മറുപടി പറയേണ്ട കാര്യം, കേരളത്തിൽ ഈ +2 കോഴ്സ് ആരംഭിച്ചതിന് ശേഷം, പ്രീ ഡിഗ്രി അവസാനിപ്പിച്ച് +2 കോഴ്സ് ആരംഭിച്ചതിന് ശേഷമുണ്ടായ കേരളത്തിലെ ഭരണതലങ്ങളിൽ UDF വന്നപ്പോഴെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഭരിച്ച കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു മലബാറിലെ +1 സീറ്റുകൾ എന്നുള്ളതിൽ ഒരു ആത്മവിചിന്തനം നടത്താൻ മുസ്ലിം ലീഗും MSFും തയ്യാറാകണം. ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്തെ അപേക്ഷിച്ച് മലബാറിൽ +1 സീറ്റുകളും കോഴ്സുകളും വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നിൽ SFIയെ പോലെയുള്ള സംഘടനകളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട്. 8 വർഷത്തിൽ ഒരു പുതിയ ബാച്ച് പോലും അനുവദിച്ചിട്ടില്ല സ്ഥിരമായി എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സാദിഖ്, ആ ആക്ഷേപം വളരെ വസ്തുതാ വിരുദ്ധമാണ്. ഈ കേരളത്തിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മലബാറിൽ അനുവദിക്കപ്പെട്ട +2 സീറ്റുകളെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടതാണ്. ഏതായാലും നടത്തിയതുപോലെയുള്ള ഇടപാട് എന്തായാലും ഞങ്ങൾ നടത്തിയിട്ടില്ല. KM ഷാജി കോഴ വാങ്ങിയിട്ട് +2 സീറ്റ് അനുവദിച്ചത് പോലെയുള്ള അനുവാദം അനുവദിക്കൽ ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല. അതായിരിക്കും ശംസുദ്ദീൻ ഉദ്ദേശിച്ചത്. കോഴ വാങ്ങിയിട്ട് സീറ്റ് അനുവദിക്കുന്ന KM ഷാജിയുടെ മാന്യമായി സീറ്റ് ഇവിടെ ഈ +2വിന്റെ അന്തരം തുടങ്ങുന്നത് 98ലാണ് പൂർണ്ണമായും കേരളത്തിൽ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്ത് +2 തുടങ്ങിയത്. അന്ന് തെക്കൻ കേരളത്തിൽ അനുവദിച്ചതിൻ്റെ പകുതിയാണ് അന്ന് ഇടതുപക്ഷ സർക്കാരാണ് വടക്കൻ കേരളത്തിൽ കൊടുത്തത്. അവിടെയാണ് ഇതിൻ്റെ തുടക്കം പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന ഗവൺമെൻറ്റുകളിൽ LDF ഗവൺമെൻറ് കാര്യമായ തോതിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ആ പ്രശ്നം പരിഹരിച്ചില്ല. നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, പറയട്ടെ. ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ 1400 ബാച്ചുകൾ കൊടുത്തു. അതിൽ ഭൂരിഭാഗവും ഈ സീറ്റ് കുറവുള്ള പാലക്കാട് മുതൽ കാസർഗോഡ് വരെയായിരുന്നു. അതിൽ മലപ്പുറം ജില്ലയിലും കാര്യമായിട്ട് കൊടുത്തു. അന്ന് കൊടുത്ത 1400 ബാച്ച് കൊണ്ട് മലബാർ മേഖലയിൽ 1 ലക്ഷം വിദ്യാർത്ഥികളുടെ അധികമായിട്ട് +2വിന് ലഭിച്ചു. ഞങ്ങളുടെയൊക്കെ നിയോജക മണ്ഡലത്തിൽ, ഇപ്പോൾ എൻ്റെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ അന്ന് 1000-ൽ പരം സീറ്റുകൾ പുതുതായിട്ട് ആ 1400 ബാച്ച് കൊടുത്തതിനെ തുടർന്ന് ലഭിക്കുകയുണ്ടായി. എന്നാൽ അവിടെ SFIൻ്റെ സ്നേഹത്തിന് പറ്റിയൊരു തെറ്റ്, 2016 ശേഷം ഈ മാർജിനൽ ഇൻക്രീസ് അല്ലാതെ ഈ 8 കൊല്ലം പുതിയ ബാച്ചുകൾ നൽകിയില്ല.
റിസൾട്ട് ഓരോ കൊല്ലവും വർദ്ധിക്കുകയും സീറ്റ് പുതുതായിട്ട് കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നെ കാർത്തികേയൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്, നിങ്ങളുടെ ഗവൺമെൻറ് വെച്ചതാണ് 2-3 വർഷം മുമ്പ്. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മലബാർ മേഖലയിൽ ഏറ്റവും ചുരുങ്ങിയത് 150 ബാച്ചുകളെങ്കിലും അധികമായിട്ട് നൽകണം എന്ന് പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തി. ഞാനിന്നത് അടിയന്തര പ്രമേയത്തിൽ കൃത്യമായിട്ട് ചോദിച്ചു, മന്ത്രിക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന കാർത്തികേയനെ നിങ്ങൾ കമ്മിറ്റിയായിട്ട് വെച്ചു. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 150 ബാച്ചെങ്കിലും പുതുതായി അനുവദിക്കണം എന്നാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പി കെ നവാസിലേക്ക് കൂടി പോയി വരാം. പി കെ നവാസ്, ഇനി എന്തായിരിക്കും നിങ്ങളുടെ സമര പരിപാടികൾ? ഇതിപ്പോൾ മിനിസ്റ്റർ ഈ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, 2144 സീറ്റുകൾ അധികമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മിനിസ്റ്റർ. ഇനി 1, 2, 3 അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞാൽ സീറ്റ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പരിഗണിക്കാം എന്നതാണ് മിനിസ്റ്ററുടെ നിലപാട്. ഒരുപക്ഷെ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചേക്കാൻ സർക്കാർ ശ്രമിച്ചേക്കാം. അതിനും അപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പി കെ നവാസ്, അല്ല, മിനിസ്റ്ററുടെ വാദം ഒരു ഘട്ടത്തിലും വിശ്വാസയോഗ്യമല്ല എന്നത് നമുക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. റിസൾട്ട് വന്ന ദിവസം മന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, മലപ്പുറത്ത് കഴിഞ്ഞ തവണ സീറ്റുകൾ ഒഴിഞ്ഞു കടന്നിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കണക്കുകൾ സഹിതം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കൊടുത്തു, അത് കളവാണ് എന്ന്. രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ എല്ലാ കുട്ടികളും പ്ലസ് വൺ തന്നെ പോയിക്കൊള്ളുന്നില്ല, അവർ മറ്റു കോഴ്സിലേക്ക് പോകുന്നവരാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ലോഗിങ് നമ്പറുകളുടെ പുറത്തു വന്നപ്പോൾ കേരള സിലബസിലും ജയിച്ചു വന്നവർക്ക് പുറമെ CBSE കുട്ടികൾ കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട്, 3000 കുട്ടികൾ കൂടുതൽ വന്നു എന്ന് പറഞ്ഞു. അവിടെയും മന്ത്രിയുടെ രണ്ടാമത്തെ കള്ളത്തരവും പൊളിഞ്ഞു. മൂന്നാമത് മന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട MLA വളരെ വ്യക്തവും കൃത്യവുമായി അത് പറഞ്ഞല്ലോ. അപ്പോൾ മന്ത്രി നിരന്തരമായി കളവ് പറയുകയാണ്. അത് പത്രക്കാരോട് പറയുന്നത്, തെരുവിൽ പ്രസംഗം പറയുന്നത്, നിയമസഭയിൽ പറയുന്നത്. സ്ഥലങ്ങൾ മാറുന്നുണ്ട് എന്നല്ലാതെ വസ്തുത വെച്ച് മന്ത്രി ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഇടത് സുഹൃത്ത് SFIയുടെ സുഹൃത്തൂടെ പറഞ്ഞു, ഇതിൽ ഞങ്ങൾ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മലപ്പുറത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആരാണ് മലപ്പുറത്ത് ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗവൺമെൻറ് ഇത് തരുന്നില്ലെന്ന് നേരത്തെ MLA പറഞ്ഞല്ലോ. അദ്ദേഹം 98 മുതൽ 2024 വരെയുള്ള കാലഘട്ടം ഇവിടെ പ്രീ ഡിഗ്രിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു. അവിടെ ലീഗ് ഭരിക്കുന്ന കാലത്ത് അത് സംഭവിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ 98 മുതൽ 2024 വരെ ആരാ ഭരിച്ചത്? ശ്രീ സാദിഖ് പരിശോധിക്ക്. 98 മുതൽ 2024 വരെ 6 ഗവൺമെൻറ്റുകളുണ്ട്. 98 ഇ കെ നായനാർ, 2001 ഞങ്ങൾ ആന്റണി ഉമ്മൻചാണ്ടി, 2006 നിങ്ങൾ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്, 2011 ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അതിനുശേഷം വന്ന ഒന്നാം പിണറായി, രണ്ടാം പിണറായി. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും മലപ്പുറത്ത് ഇതേ +1 സീറ്റിന്റെ ക്ഷാമത്തിന്റെ വിഷയം ഉണ്ടായിട്ടില്ലേ? അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. ചോദ്യമുണ്ട്. 2001 ആന്റണി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ എന്തു ചെയ്തു അരുൺകുമാർ പരിശോധിക്ക്. അന്നാണ് എല്ലാ ഹൈസ്കൂളുകളിലും +1 അനുവദിച്ചു. കേരളത്തിലെ എല്ലാ ഹൈസ്കൂളിലും മലപ്പുറം ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകളിലും പൂർണ്ണമായും ഡീലിംഗ് ചെയ്തതിന് ശേഷം 10 വർഷം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അബ്ദുൾ റബ്ബ് മിനിസ്റ്ററായിരിക്കുന്ന ഘട്ടത്തിൽ എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. 1402 ബാച്ചുകൾ അനുവദിച്ചു. ഇവർ കൊടുത്ത പോലെ താൽക്കാലിക ബാച്ചല്ല. അതുവഴി 84,000, നേരത്തെ MLA പറഞ്ഞല്ലോ, 100,000 ആളുകൾക്ക് പഠിക്കാൻ അവസരം കിട്ടി. അവിടെ മലപ്പുറത്തിന് എന്ത് കിട്ടി? 24 ഹൈസ്കൂളുകൾ മലപ്പുറത്ത് പുതിയത് വന്നു, 173 പുതിയ ബാച്ചുകൾ വന്നു. എന്ന് വെച്ചാൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ക്ഷാമം ഉണ്ടായത്. അവിടെ ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകൾ കൊടുത്തു. വരും ദിവസങ്ങളിൽ MSFുമായി ചേർന്നു തന്നെ, അഥവാ ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ SFIയും ശക്തമായ സമ്മർദ്ദം ചെലുത്തുമോ സാദിഖ്? ഇവിടെ MSFിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധി പറഞ്ഞതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് സമയമെടുത്ത് ഞാൻ വിശദീകരണം നൽകേണ്ടതാണ്. അതിന് അനുവദിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇവർ പറഞ്ഞു 998 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഏറെക്കാലവും ഞങ്ങളാണ് ഭരിച്ചത്. ശരിയാണ്, ഞങ്ങളാണ് ഭരിച്ചത്. പക്ഷെ 10 വർഷക്കാലം 2 സർക്കാരുകളായിട്ട് UDF ഭരിച്ചു. ഇക്കാലയളവിൽ കൂടെ ഇവർ നടത്തേണ്ട ഇടപെടൽ 10 വർഷം എന്ന് പറഞ്ഞാൽ 10 അധ്യയന വർഷങ്ങൾ ആരംഭത്തിൽ ഇവർക്ക് സീറ്റ് നൽകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ അനുവദിച്ചു എന്നിപ്പോൾ അനുവദിച്ചു. ഇത് ഏത് തരം സ്കൂളുകളിലാണ് എന്ന് തരംതിരിച്ച് ഇവർ പറയില്ല ശ്രീ അരുൺ. അത് ഗവൺമെന്റ് കോളേജുകളിൽ എത്ര, എയ്ഡഡ് കോളേജുകളിൽ എത്ര എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ കള്ളക്കളി പുറത്തു വരിക. ഗവൺമെന്റ് കോളേജുകളിൽ കോട്ടയിൽ അല്ല, എയ്ഡഡ് കോളേജുകളിൽ അനുവദിക്കുന്നതിന് ലീഗിന് വേറെ താല്പര്യമുണ്ട്. അത് എയ്ഡഡ് കോളേജുകൾക്ക് സീറ്റ് അനുവദിക്കുമ്പോൾ അവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാം. 8 വർഷമായി പിണറായി ഭരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങാം. ശ്രീ അരുൺ കേൾക്കണം,
ഒന്നിന്റെ പേര് പറഞ്ഞാൽ മതി സാദിഖേ. UDF-ന്റെ ഒന്നിന്റെ പേര് പറഞ്ഞാൽ മതി സാദിഖേ. ഉത്തരം മുട്ടുമ്പോൾ വല്ലതും പറഞ്ഞിട്ട് വസ്തുതാപരമായി സംസാരിക്കും. പ്ലസ് ടു അനുവദിക്കാൻ വേണ്ടി കോഴ വസ്തുതാപരമായി കോഴ വാങ്ങാതെ കൊടുത്തൊരു സ്കൂളിന്റെ പേര് പറ. 8 വർഷത്തിനിടയിൽ നിങ്ങൾ കോഴ വാങ്ങാതെ കൊടുത്തു എന്ന് പറ. UDF-ന്റെ കാലത്ത് നിങ്ങൾ അനുവദിച്ചതെല്ലാം ഭൂരിഭാഗം എയ്ഡഡ് കോളേജുകൾക്കാണ്. അത് നിങ്ങളുടെ കീശയിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നു. അല്ലാതെ മലബാറിലെ നിങ്ങൾ രണ്ട് വിദ്യാർത്ഥി സംഘടനകളും ആൾക്കൂട്ടത്തെ പഠിപ്പിക്കാനുള്ള സാഹചര്യം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. താങ്ക് യു ശ്രീ ഷംസുദ്ദീൻ, താങ്ക് യു ശ്രീ സാദിഖ്. രണ്ട് വിഷയത്തിലാണ് സാദിഖ് ഇന്ന് പങ്കെടുത്തത്. പി കെ നവാസും നന്ദി ഈ ചർച്ചയിൽ ചേർന്നതിന്. Debate with Arun Kumar.